നമസ്കാരം. വളരെ പാവത്തെ പോലെ വീടിന്റെ മുറ്റത്തും ഏതെങ്കിലും കോണിലും ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു ജീവി എന്ന് മാത്രമാണ് പൂച്ചയെക്കുറിച്ചുള്ള നമ്മുടെ പ്രധാന ധാരണ. എലിയെ പിടിക്കാനും മനുഷ്യനെ ഓമനിക്കാനും ഒരു കൂട്ടിനും വേണ്ടിയാണ് പൂച്ചയെ നാം വളർത്തുന്നത്. എന്നാൽ നമുക്കറിയാത്ത പല പ്രത്യേകതകളും പൂച്ചയ്ക്കുണ്ട്. മനുഷ്യർക്ക് കേൾക്കാവുന്നതിലും വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ ശ്രവിക്കാനും പൂച്ചയ്ക്ക് കഴിവുണ്ട്. ഇത് കാരണമാണ് നെഗറ്റീവ് സാന്നിധ്യത്തെ പൂച്ച വേഗത്തിൽ തിരിച്ചറിയുന്നത്. ഒരു പൂച്ചയുടെ ഊർജ്ജബലം ശക്തമാകണമെങ്കിൽ ആത്മാക്കളുടെ സാന്നിധ്യം വരെ തിരിച്ചറിയാനാകുമെന്നാണ് വിശ്വാസം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുക, തുറച്ചു നോക്കുക, മനുഷ്യരെ ചുറ്റി നടക്കുക തുടങ്ങിയ ശൈലി മാറ്റങ്ങൾ ഉണ്ടാകും. നല്ല ചലനങ്ങളാണ് ഇവർ തിരിച്ചറിയുന്നതെങ്കിൽ ഇവർ ശാന്തമായി തുടരും. നിങ്ങൾ പൂച്ചയുമായി കൂടുതൽ അടുക്കുകയാണെങ്കിൽ ദുർശക്തികൾ അകന്നു പോകും എന്നാണ് വിശ്വാസം. ആധുനിക ശാസ്ത്രപ്രകാരം പൂച്ച പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 26 ഹെർട്സ് ആണ്. പൂച്ചയെ വളർത്തുന്നതിലൂടെ ഒരാളുടെ ഹൃദയാഘാതത്തിലുള്ള സാധ്യത 33% വരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാൻ കറുത്ത പൂച്ചകൾ വളരെയധികം സാധിക്കും. എന്നാൽ കറുത്ത പൂച്ച പാത കുറുകെ കടക്കുന്നത് കഷ്ടകാലത്തിന് ഇടവരുത്തുമെന്നും മറ്റൊരു വിശ്വാസമുണ്ട്. പൂച്ചകൾ 9 ജീവിതങ്ങൾ ഉള്ളതായി ചിലയിടങ്ങളിൽ വിശ്വസിക്കപ്പെടുന്നു. 7 ജീവിതങ്ങൾ എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ജീവഹാനി വരെ സംഭവിക്കുന്ന ഇടങ്ങളിൽ നിന്ന് സമർത്ഥമായി രക്ഷപ്പെടാനുള്ള പൂച്ചയുടെ കഴിവാണ് ഇങ്ങനെ ഒരു വിശ്വാസം പ്രചരിപ്പിക്കാൻ ഇടയാക്കിയത്. ഉയരങ്ങളിൽ നിന്ന് എങ്ങനെ വീണാലും താഴെ 4 കാലിൽ തന്നെ വീഴാനും പൂച്ചയുടെ കഴിവും ഈ വിശ്വാസത്തിന്റെ പിറവിക്ക് കാരണമായിട്ടുണ്ട്.